കൊച്ചി തോപ്പുംപടി തേവരപാലത്തിൽ അപകടം. ടിപ്പർ ലോറി പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ലോറി പാലത്തിൽ നിന്ന് മാറ്റി. കണ്ടെയ്നർ ലോറി അപ്രതീക്ഷിതമായി തന്റെ വാഹനത്തെ മറികടക്കുന്നതാണ് അപകടത്തിന് കാരണമായതെന്ന് ടിപ്പർ ലോറി ഡ്രൈവർ പറഞ്ഞു. ലോറി നിയന്ത്രണം വിട്ട് പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ച് തൂങ്ങി നിൽക്കുകയായിരുന്നു. നാട്ടുകാരാണ് തന്നെ രക്ഷപ്പെടുത്തിയതെന്നും ലോറി ഡ്രൈവർ സുനിൽ കൈരളി ന്യൂസിനോട് പറഞ്ഞു. എന്താ ശരിക്കും ആ സമയത്തുണ്ടായത്? ഒരു ടാങ്കർ ജോലിക്കാരൻ എന്നെ ഓവർടേക്ക് ചെയ്ത് പോയതാണ്. അവൻ നല്ല സ്പീഡിലായിരുന്നു. അവൻ്റെ ബാക്കും കണ്ട് വന്ന് എവിടെ വന്ന് അടിച്ച് എൻ്റെ ഫ്രണ്ടിന് വലത് സൈഡിൽ അടിക്കുകയാണ് ചെയ്തത്. അടിച്ചെൻ്റെ കയ്യിൽ നിന്ന് വണ്ടി പോവുകയാണ് ചെയ്തത്. നമ്മുടെ വണ്ടിയുടെ പുറകിൽ വന്നിരുന്ന വണ്ടിയാണ് അപ്പോൾ നമ്മുടെ കൺട്രോളിൽ പോയി. എന്നിട്ട് ഈ സൈഡിലേക്ക് ഇടിച്ചു അല്ലേ? അപ്പോൾ ഇടിച്ച് ആ സമയത്ത് തന്നെ ചേട്ടൻ സ്വയം ഇറങ്ങിയോ അതോ? ഇല്ല, എന്നെ ആൾക്കാർ ഇറക്കിയാണ് ചെയ്തത്. ആൾക്കാർ അന്നേരത്തേന് കൂടി. മറ്റയാൾ നിർത്താതെ പോയി. അവൻ നിർത്തി. ആൾക്കാർ അവിടെ തടഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞു. ഞാൻ കണ്ടില്ല. ടാങ്കർ അവിടെ കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ അന്നേരത്തിന് ഹോസ്പിറ്റലിൽ പോയി. ഈ ടിപ്പറിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ സാർ? ഇത് കൊച്ചിൻ കോർപ്പറേഷൻ്റെ വണ്ടിയല്ലേ? കോർപ്പറേഷൻ്റെ ഓടുന്നതല്ലേ? കോർപ്പറേഷൻ്റെ വേസ്റ്റാണ്. വേസ്റ്റും കൊണ്ട് പോവായിരുന്നു. എങ്ങോട്ട്? ബ്രഹ്മപുരത്തേക്ക് പ്ലാന്റിലോട്ട് പോവുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ കൂടി ചേരുന്നുണ്ട്. അമൽ, ലോറി ഇപ്പോൾ അപകടം മാറ്റിയിട്ടുണ്ട്. ലോറി അതുപോലെ തന്നെ പാലത്തിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഗതാഗതം നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ശരണ്യ, ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം 12 മണിയോടുകൂടിയാണ് തേവരപ്പാലത്തിൽ ഇത്തരത്തിൽ ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. കൊച്ചി കോർപ്പറേഷന്റെ ടിപ്പർ ലോറിയാണ് ഈ അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു ടോറസ് ലോറി ഇതിന്റെ പുറകിൽ വരികയും ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയുമായിരുന്നു. ആ സാഹചര്യത്തിൽ ഈ രണ്ട് ലോറികളുടെയും മുൻവശം ചെറിയ രീതിയിൽ കൂട്ടിമുട്ടുകയും ഈ ടിപ്പർ ലോറിയിലെ ഡ്രൈവർ വാഹനം വെട്ടിക്കുകയുമായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഈ പാലത്തിന്റെ കൈവരി തകർത്തുകൊണ്ട് ഇത്തരത്തിൽ പുഴയിലേക്ക് വീഴുവാനുള്ള അപകട സാധ്യതയിലേക്ക് ഈ ലോറി എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ ടിപ്പർ ലോറി കാണുവാൻ വേണ്ടി സാധിക്കും. കൊച്ചിൻ കോർപ്പറേഷന്റെ KL 40B 3233 എന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ കൈവരിയിൽ ഇടിച്ച സാഹചര്യത്തിൽ ഈ ലോറിയുടെ മുൻവശം ഏകദേശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു ടിപ്പർ ലോറിയുടെ ഇടത്തെ വശത്തെ ടയറും ആ ഭാഗങ്ങളും പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമായിരുന്നു. വലിയ ഒരു അപകട സാധ്യത തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം 12 മണിക്കാണ് ഈ അപകടം നടന്നത്. ഏകദേശം 4 മണിക്കൂറോളം ഇത്തരത്തിൽ അപകട സാഹചര്യത്തിൽ ആ ഒരു പാലത്തിൻ്റെ കൈവരിയുടെ ഭാഗത്ത് കുടുങ്ങിക്കിടന്ന നിലയിലായിരുന്നു ഈ ടിപ്പർ ലോറി ഉണ്ടായിരുന്നത്. ഇതിൻ്റെ നടുവശത്തെ ഈ ഒരു ഭാഗം ആ പാലത്തിൻ്റെ കോൺക്രീറ്റ് ഭാഗത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പുഴയിലേക്ക് ഈ ലോറി വീഴാതിരുന്നത്. ഈ ഒരു വാഹനം അപകടത്തിൽപ്പെടുമ്പോൾ ലോറിയുടെ ഡ്രൈവറും മറ്റൊരാളും കൂടിയായിരുന്നു ക്യാബിനകത്തുണ്ടായിരുന്നത്. ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന ജനങ്ങളൊക്കെ തന്നെയും സംഭവസ്ഥലത്തേക്ക് എത്തുകയും ഒപ്പം തന്നെ മറ്റു വാഹനങ്ങളിലുള്ളവരൊക്കെ തന്നെ സംഭവസ്ഥലത്തേക്ക് എത്തുകയും ഈ ഡ്രൈവറെയും മറ്റൊരാളെയും ആ വാഹനത്തിൽ നിന്ന് വളരെ സുരക്ഷിതമായി പുറത്തിറക്കുന്ന ഒരു സാഹചര്യവുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ലോറിയെ മാറ്റാൻ ഒരുപാട് സമയമെടുത്തു എന്നുള്ളതാണ്. കാരണം ഈ സമീപ പ്രദേശത്തൊന്നും തന്നെ വലിയ ക്രെയിൻ ലഭ്യമായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ ഒരു ചെറിയ ക്രെയിൻ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുവരാം എന്ന ഒരു തീരുമാനത്തിലേക്കായിരുന്നു എത്തിയിരുന്നത്. പക്ഷേ ആ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ലോറിയെ എടുത്തു മാറ്റുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ 4 മണിക്കൂർ സമയമെടുത്തുകൊണ്ട് വളരെ ദൂരെ നിന്നും 2 വലിയ ക്രെയിനുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുകയും ഈ ലോറിയുടെ 2 ഭാഗങ്ങളിലായി അത് കണക്ട് ചെയ്ത് ആ കുടുങ്ങിക്കിടന്ന സ്ഥലത്ത് നിന്നും ഈ ലോറിയെ ഉയർത്തുവാനുള്ള ശ്രമം നടത്തുകയുമായിരുന്നു. പക്ഷേ ആദ്യ പരീക്ഷണം അത് പരാജയപ്പെട്ടിരുന്നു. ഇടതുവശത്തുണ്ടായിരുന്ന ക്രെയിൻ്റെ ആ ഒരു കണക്ഷൻ, ആ ചങ്ങല കണക്ഷൻ അത് പൊട്ടിപ്പോവുകയായിരുന്നു. വീണ്ടും ഈ ലോറി അത് വീണ്ടും ആ പഴയപടി തന്നെ പാലത്തിൽ കുടുങ്ങിക്കിടന്നു. പിന്നീട് വീണ്ടും ശ്രമം ആവർത്തിക്കുകയായിരുന്നു. പുതിയ ചെയിൻ ഘടിപ്പിച്ചുകൊണ്ട് വീണ്ടും ഈ ലോറി ഉയർത്തുവാനുള്ള ശ്രമം നടത്തി. അത് വിജയിക്കുകയായിരുന്നു. പിന്നീട് ഈ പാലത്തിലേക്ക് ഈ ലോറിയെ എടുത്തു മാറ്റുകയും അവിടെ നിന്നും ഏകദേശം ഒരു 10 മിനിറ്റ് എടുത്തുകൊണ്ടാണ് ഈ പാലത്തിൽ നിന്നും ലോറിയെ മാറ്റിയപ്പോൾ റോഡിൻ്റെ സമീപത്തായി സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ അപകടം നടന്ന സാഹചര്യത്തിൽ വലിയ ഗതാഗത കുരുക്കായിരുന്നു നമുക്ക് ഈ സംഭവ സ്ഥലത്ത് ഈ പാലത്തിൽ കാണാൻ വേണ്ടി സാധിച്ചത്. നിലവിലിപ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇതാ വലിയ രീതിയിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാലമാണ് തേവരപ്പാലം എന്ന് പറയുന്നത്. 12 മണിയോടുകൂടി ഈ അപകടം നടന്ന സാഹചര്യത്തിൽ വലിയ ബ്ലോക്ക് അല്ലെങ്കിൽ വലിയ ഗതാഗത നിയന്ത്രണം തന്നെ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിൽ ഇത്തരത്തിൽ വാഹനങ്ങളൊക്കെ തന്നെ അവിടെ തടഞ്ഞു വെച്ചിരുന്നു. ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായാണ് സംഭവ സ്ഥലത്ത് പോലീസും ഫയർഫോഴ്സും എല്ലാ സംവിധാനങ്ങളും എത്തിയിരുന്നു. പിന്നീട് സമയമെടുക്കുമെന്ന് അറിഞ്ഞതോടുകൂടി ഒരു ലൈനായി മാത്രം വാഹനങ്ങൾ ഇരുവശത്തേക്കും നിശ്ചിത സമയങ്ങളിൽ കടത്തിവിടുകയായിരുന്നു. പിന്നീട് ഇത്തരത്തിൽ ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്ന സാഹചര്യം എത്തിയതോടുകൂടി വീണ്ടും ഈ ഒരു പാലത്തിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ വലിയ സമയമെടുത്തില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട്
ഉണ്ടാക്കിയില്ല എന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ ഏറ്റവും പ്രയാസമുണ്ടാക്കിയത് ഈ ഒരു ക്രെയിൻ ലഭ്യമായില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ലോറിയെ സംഭവസ്ഥലത്തു നിന്നും എടുത്തു മാറ്റാൻ സമയമെടുത്തത്. ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ഒരു അപകട സമയം ഇതിനകത്ത് 2 പേർ, ഡ്രൈവർ ഉൾപ്പെടെ 2 പേർ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് ഒരു അപകടവും സംഭവിച്ചില്ല. ഈ ഒരു അപകടം നടന്ന ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് എത്തിയവരൊക്കെ തന്നെ ചേർന്ന് ഇതിനകത്തുണ്ടായിരുന്ന 2 പേരെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചിരുന്നു. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ കൊച്ചി കോർപ്പറേഷന്റെ വാഹനമാണിത്. കോർപ്പറേഷന്റെ വേസ്റ്റ് അടക്കമുള്ള സംഭവങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. ആദ്യഘട്ടം എന്ന രീതിയിൽ ഈ വേസ്റ്റ് ഈ വാഹനത്തിൽ നിന്നും മാറ്റുക, ഈ വാഹനത്തിന്റെ ഭാരം കുറയ്ക്കുക എന്ന നടപടിയിലേക്കായിരുന്നു പോലീസും ഫയർഫോഴ്സും ഒക്കെ തന്നെ കടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി മറ്റൊരു ടോറസ് ലോറി സംഭവസ്ഥലത്തേക്ക് എത്തിക്കുകയും ഇതിനകത്തുള്ള വേസ്റ്റ് ഒക്കെ തന്നെയും ആ ലോറിയിലേക്ക് മാറ്റുകയും ചെയ്തു. അതിനുശേഷം ഇതിന്റെ ഭാരം കുറയുകയും പിന്നീട് വളരെ എളുപ്പത്തിൽ ഇത്തരത്തിൽ ഈ ഒരു പാലത്തിന്റെ കൈവരിയിൽ കുടുങ്ങിക്കിടന്ന ഈ ലോറിയെ എടുത്തു മാറ്റാമെന്ന ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം പരീക്ഷണത്തിലേക്ക് കടക്കുകയായിരുന്നു. പക്ഷേ അതത്ര എളുപ്പമായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ അത് പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ഒരു വശം, അതായത് ക്രെയിനിൽ ഘടിപ്പിച്ച ചങ്ങലയുടെ ഒരു വശം പൊട്ടി താഴേക്ക് വീഴുകയും ചെയ്തു. അത് ചില ആശങ്കകൾ ഉണ്ടാക്കിയെങ്കിലും പെട്ടെന്ന് തന്നെ മറ്റൊരു സംവിധാനം, അതായത് ഒരു ചെയിൻ കണക്ട് ചെയ്യുകയും ഇത്തരത്തിൽ ആ ഒരു രക്ഷാപ്രവർത്തനം വീണ്ടും ആവർത്തിക്കുകയും ചെയ്തതോടുകൂടി വളരെ എളുപ്പത്തിൽ പിന്നീട് അത് ആ ട്രെയിനെ ഇത്തരത്തിൽ ഈ ലോറിയെ ഈ ഒരു പാലത്തിൻ്റെ നടപ്പാതയിലേക്ക് കൊണ്ടുവരികയും പിന്നീട് റോഡിനെ, അതായത് പാലത്തിൽ ക്രോസായി വയ്ക്കുകയുമായിരുന്നു. പിന്നീട് ഈ 2 ക്രെയിനുകൾ, ഒരു ക്രെയിൻ മുൻവശത്തും ഒരു ക്രെയിൻ പുറകുവശത്തും ഘടിപ്പിച്ചുകൊണ്ട് ആ പാലത്തിൽ നിന്നും റോഡിൻ്റെ സമീപത്തേക്ക്, അതായത് വീതിയുള്ള ഒരു ഭാഗത്തേക്ക് നിലവിൽ ഇപ്പോൾ ഈ ലോറി മാറ്റിവെച്ചിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഇവിടെ ഒരു അപകട സാധ്യതയുമില്ല. ഈ വാഹനത്തിലുണ്ടായിരുന്ന 2 പേരും സുരക്ഷിതമാണ്. അതിൽ ഡ്രൈവറുടെ തലഭാഗത്ത് ചെറിയൊരു പൊട്ടലുണ്ടായിട്ടുണ്ട്. അതായത് ഈ അപകടം നടക്കുന്ന സാഹചര്യത്തിൽ ഈ വാഹനത്തിൻ്റെ ഈ ഡോറിൻ്റെ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ തല ഇടിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് ചെറിയൊരു പരിക്ക് ഇദ്ദേഹത്തിൻ്റെ തലയുടെ വലതുഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. അതല്ലാതെ മറ്റു പരിക്കുകളൊന്നുമില്ല. 2 പേരും സുരക്ഷിതമാണ്. നിലവിൽ ഇപ്പോൾ ഇവിടെ അപകട സാഹചര്യം ഒക്കെ തന്നെ ഒഴിവാക്കുകയും വാഹനം സുരക്ഷിതമായി തന്നെ റോഡിൻ്റെ ഒരു ഭാഗത്ത് മാറ്റിവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ തന്നെ മാറ്റി ഗതാഗതം ഇപ്പോൾ നിലവിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരണ്യ.